വെൽക്കം ടു ദൻ മലയാളം. സോ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടതുപോലെ ക്വാണ്ട് മോഡ് ഫോർ ഓപ്ഷൻ ട്രേഡേഴ്സ് പ്ലാറ്റ്ഫോം ഇൻ ദൻ. അത് നമ്മൾ വെബില് ഓപ്ഷൻ ട്രേഡർ വെബില് ഉള്ള കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടു. അതേ സ്ട്രാറ്റജി ബിൽഡർ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡർ പ്ലാറ്റ്ഫോം ദന്നിന്റെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ ട്രേഡർ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് അത് അറിയാത്തവരുണ്ടെങ്കിൽ പിങ്ക് കളറിലുള്ള ഒരു ആപ്പ് ഉണ്ട്, അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അത് എന്ന് പറയുന്നത് ഓപ്ഷൻ ട്രേഡേഴ്സിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ബിൽഡ് ചെയ്തതാണ്. ബിക്കോസ് ഓഫ് ഫോർ യു ടു ക്രിയേറ്റ് മോർ സ്ട്രാറ്റജീസ് ഈസിലി, നമുക്ക് പെട്ടെന്ന് ട്രേഡിലേക്ക് പോകാം. ഓപ്ഷൻ ട്രേഡേഴ്സിന് വളരെ ഫാസ്റ്റ് ആയിട്ട് ട്രേഡ് എക്സിക്യൂഷൻ നടത്തണം, വളരെ ഇൻഫോംഡ് ആയിട്ട് ഡേറ്റ ഡ്രിവൺ ആയിട്ട് ട്രേഡ് നടത്തണം. ക്വാണ്ട് മോഡിന്റെ പ്രത്യേകത എന്താണ്? അത് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റ് ആൻഡ് മാർക്കറ്റ് ഡേറ്റ ഓറിയന്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡിലേക്ക് നമ്മളെ നയിക്കാനും നമുക്ക് അതുകൊണ്ടൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള ട്രേഡിൽ നിന്നും എസ്കേപ്പ് ആകുക, പ്ലസ് നമ്മൾക്ക് കിട്ടാൻ സാധ്യതയുള്ള പ്രോഫിറ്റിന്റെ ഒരു പ്രോബബിലിറ്റി എത്രമാത്രമാണെന്ന് നേരെ തന്നെ മുൻകൂട്ടി നമുക്ക് അറിയാൻ സാധിക്കുക. പിന്നെ നമുക്ക് എത്രത്തോളം ലോസ് പോകാനുള്ള സാധ്യത ഉണ്ടാകും നമുക്ക് അറിയാൻ കഴിയും. ഇത്തരം കാര്യങ്ങളൊക്കെ സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുന്നവർ നോൺ ഡയറക്ഷണൽ ട്രേഡേഴ്സ് എന്ന് പറയും. അതായത് നിങ്ങൾ ഒരേ സമയം തന്നെ നിങ്ങൾ ഒരു കോളും ഒരു പുട്ടിലേക്കും നിങ്ങൾ ബൈ ചെയ്യുക അല്ലെങ്കിൽ സെല്ല് ചെയ്യുക, ഒരു സ്ട്രൈക്കിനെ ബൈ ചെയ്യുക, ഇനി ഒരു സ്ട്രൈക്ക് സെല്ല് ചെയ്യുക, ഇതിനൊക്കെ ഒരു പേരുണ്ട് കേട്ടോ. സ്ട്രാഡില്, സ്ട്രാങ്കിള്, ബുൾസ് കോൾ സ്പ്രെഡ്, ബിയർ കോൾ സ്പ്രെഡ് എന്നൊക്കെ ഒത്തിരി ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ അതിൻ്റെ ഒന്നും എന്തൊക്കെയാണ് ഇതൊക്കെ എവിടെയൊക്കെ ലഭിക്കുന്നൊന്നും നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട. നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ എടുത്തിട്ട് അതിനകത്ത് ഞാൻ ഈ പറഞ്ഞു തരുന്ന പോലെ നിങ്ങൾ ഒന്ന് പോയി ആദ്യം എന്താണ് ക്വാണ്ട് മോഡ് എന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടാൻ ശ്രമിക്കുക. പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങൾ അതിൽ കുറച്ച് നാൾ നിങ്ങൾ അതിൽ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാശും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ തന്നെ നിങ്ങൾക്ക് ഓരോ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാം. അതിലൂടെ തന്നെ ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് എത്രയാണ്, പ്രോബബിലിറ്റി ഓഫ് ലൂസിങ് എത്രയാണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സോ ഇത്തരത്തിൽ നമുക്കൊരു ഫെസിലിറ്റിയെ നമ്മൾ നല്ലവണ്ണം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പൊ അതെങ്ങനെയാണ്? സോ ലെറ്റ്സ് ബിഗിൻ അവർ ക്വാണ്ട് മോഡ് ഓൺ ഓപ്ഷൻ ട്രേഡിംഗ് ആപ്പ്. ദന്നിന്റെ ഓപ്ഷൻ ട്രേഡിംഗ് ആപ്പിൽ പോയിട്ട് ക്വാണ്ട് മോഡ് എങ്ങനെ പ്രവർത്തിപ്പിച്ച് നോക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ അവർ ആപ്പ് നൗ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ട്രേഡറിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ലോഗിൻ ആസ് യൂഷ്വൽ നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അതിൽ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. ആപ്പ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഹോം സ്ക്രീൻ കാണാൻ കഴിയും. ഹോം സ്ക്രീനിൽ നിന്ന് നമ്മൾ നേരെ സ്ട്രാറ്റജിയിലേക്ക് പോവാം. ഇവിടെ തന്നെ എന്തൊക്കെയുണ്ട് നോക്കൂ. ഹോം ഉണ്ട്, ദെൻ സ്ട്രാറ്റജി ഉണ്ട്, ദെൻ പോപ്പുലർ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കൂ. ഇവിടെ തന്നെ ബുൾ കോൾ സ്പ്രെഡ്, പോപ്പുലർ എന്ന് പറയുന്നത് എന്താണ്? സ്ട്രാറ്റജീസിനെ പറ്റിയാണ് പറയുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോം തന്നെ, ആപ്പ് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഓൺലി ഫോർ ഓപ്ഷൻ സ്ട്രാറ്റജീസിനാണ്. അതിനകത്ത് തന്നെ ഡിഫറെൻറ്റ് പോപ്പുലർ ആയിട്ടുള്ള ഏതൊക്കെയാണ് നോക്കൂ. ബുൾ കോൾ സ്പ്രെഡ്, പുട്ട് സ്പ്രെഡ്, പുട്ട് റേഷ്യോ സ്പ്രെഡ്, ബിയർ കോൾ സ്പ്രെഡ്, ഇതൊക്കെ എന്താണ്? അതിനകത്തൊക്കെ നോക്കൂ. 10 സ്ട്രാറ്റജീസ്, 15 സ്ട്രാറ്റജീസ്, 1 സ്ട്രാറ്റജി, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ്, ഇത് എല്ലാം വരുന്നതാണ്. ഇനി ബുള്ളിഷ് സ്ട്രാറ്റജി വേണോ? ബുള്ളിഷിന് മാത്രമായിട്ട് നിങ്ങൾക്ക് സ്ട്രാറ്റജി ചൂസ് ചെയ്യാം. ബിയറിഷ് ആണെങ്കിൽ ബിയറിഷ് മാത്രമായിട്ട് ചൂസ് ചെയ്യാം. നോൺ ഡയറക്ഷണൽ, നമ്മൾ ഡയറക്ഷണൽ, നോൺ ഡയറക്ഷണൽ. വാട്ട് ഈസ് ഡയറക്ഷണൽ ആൻഡ് നോൺ ഡയറക്ഷണൽ? ഡയറക്ഷണൽ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഒരൊറ്റ വ്യൂ മാർക്കറ്റിന്റെ പുറത്തുണ്ടായിരിക്കും. അതിന്റെ ബേസിസിൽ either നിങ്ങൾ ഡയറക്ഷണൽ ഓപ്ഷൻ എടുക്കുക. അതായത് സ്ട്രെയിറ്റ് അവേ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വ്യൂ ബുള്ളിഷ് ആണെങ്കിൽ നിങ്ങളൊരു കോൾ സൈഡിലേക്ക് പോവുക, അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലർ ആണെങ്കിൽ പുട്ട് സെല്ലിലേക്ക് ബ്ലൈൻഡ് ആയിട്ട് പോവുക. ബ്ലൈൻഡ് മീൻസ് ഡയറക്ഷണൽ. നിങ്ങൾക്ക് അതിനെ ഹെഡ്ജ് ചെയ്യാൻ, നിങ്ങളുടെ മാർക്കറ്റ് മൂവ്മെന്റിന് എഗൻസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഹെഡ്ജ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നവർ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയാണ് ഡയറക്ഷണൽ മൂവ് എന്ന് പറയുന്നത്. നോൺ ഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ഷൻ അറിയില്ല എന്ന് പറയുന്നത് തന്നെ ആർക്ക് വേണ്ടിയിട്ടാണ്? ഫോർ ബിഗിനേഴ്സ്, അല്ലെങ്കിൽ കുറച്ചും കൂടി സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഇപ്പം മേളിലോട്ട് പോയാലും താഴ്പോട്ടേക്ക് പോയാലും നമ്മുടെ ക്യാപിറ്റലിന് വലിയ ബാധിപ്പ് വരരുത് എന്ന്
ഡിഫറെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും അതിൽ നിന്നും കിട്ടുന്ന രണ്ടിൻ്റെയും ഡിഫറൻസ്, ഒരു പ്രോഫിറ്റ് ഒരു ലോസ്, രണ്ടിൽ നിന്നും പ്രോഫിറ്റിനെ കൂടുതൽ എത്തിക്കുക, ലോസ് കുറയ്ക്കുക, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഡിഫറൻസിനെ പ്രോഫിറ്റ് ആയിട്ട് സ്വീകരിക്കുന്ന ഒരു മെത്തഡിനാണ് നോൺ ഡയറക്ഷണൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നോൺ ഡയറക്ഷണൽ സ്ട്രാറ്റജീസ് ഉണ്ട്, എനി ഡയറക്ഷണൽ സ്ട്രാറ്റജീസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്. അപ്പോൾ അതാണ് ഇവിടെ കാണാം. അതിൽ തന്നെ ഇപ്പോൾ ഓൾ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ അറിയാൻ പറ്റുക. ഇനി നമ്മൾ ക്വാണ്ട് മോഡിലേക്ക് എങ്ങനെ പോവുക? വീണ്ടും ഒരു ഔട്ട്ലുക്ക് എന്നൊരു സംഭവം ഉണ്ട്. അത് നിങ്ങൾ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കി പറയുക. സെൻസെക്സ് ഔട്ട്ലുക്ക് ഇപ്പോൾ എന്താണ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, ഇപ്പോൾ നിൽക്കുന്നത് ടാർഗറ്റ് 2.5% ഫ്രം സ്പോട്ട് എന്നുള്ള ഒരു ടാർഗറ്റ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി പോകണോ, ഇമീഡിയറ്റ്ലി നിങ്ങൾക്ക് അതിലേക്ക് പോകാം. സോ നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും നേരെ സ്ട്രാറ്റജിയിലേക്ക് വരുന്നു. സ്ട്രാറ്റജിയിൽ ഇവിടെ നിങ്ങൾക്ക് എന്താ കാണാൻ കഴിയുന്നത്? സ്ട്രാറ്റജിയിൽ തന്നെ ആസ് ഓഫ് നൗ ഇപ്പൊ നിൽക്കുന്ന ഒരു സ്ട്രാറ്റജി ബിൽഡർ ഇപ്പൊ സ്ട്രൈക്ക് ബിൽഡ് ബേസ്ഡ് ഓൺ സ്ട്രൈക്ക് ആണ്. നമുക്ക് വേണ്ടതാണ് ബിൽഡ് ബേസ്ഡ് ഓൺ ക്വാണ്ട് മോഡാണ്. അപ്പൊ നമ്മളിവിടെ നേരെ അത് ക്ലിക്ക് ചെയ്തിട്ട് സ്ട്രൈക്കിൽ നിന്ന് നമ്മൾ ക്വാണ്ട് മോഡിലേക്ക് മാറുക. അപ്പൊ ക്വാണ്ട് മോഡിലേക്ക് മാറിക്കഴിയുമ്പോൾ ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ നോക്കൂ, ബി എന്നുള്ള ഓപ്ഷൻ ഓൾറെഡി ബൈയിൽ കിടക്കുകയാണ്. ഒരു ഏതാണ് ATM പോയിന്റ്സ് എന്ന് കാണിക്കുന്നു. എന്താണ് ATM പോയിന്റ്സ് എന്ന് പറയുന്നത്? ATMൽ നിന്നും പ്ലസും മൈനസും എന്നാ കാണിക്കുന്നത്. പ്ലസ് മൈനസ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഉദ്ദേശിക്കുന്നത്? ഈ ബിയിലെ തൊട്ട് താഴെ എന്താ എഴുതിയിരിക്കുന്നത്? CE കണ്ടോ, CE എന്ന് പറഞ്ഞാൽ കോൾ ഓപ്ഷൻ ഒരു ബൈ പൊസിഷനിലാണ് ഇപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ബിൽഡർ നിൽക്കുന്നത്. അത് ATM പോയിന്റ്സിന് ബേസിസിലാണ്. ATMന്റെ എത്ര ATM +500 ഇട്ടേക്കുന്നു. കോൾ ഓപ്ഷന്റെ ATMന്റെ +500 എന്ന് പറയുമ്പോൾ പ്ലസ് മുകളിലേക്കാണ്. മുകളിൽ എന്ന് പറയുമ്പോൾ അത് ഇൻ ദ മണിയാണോ ഔട്ട് ഓഫ് ദ മണിയാണോ? നാച്ചുറലി കോൾ ഓപ്ഷന്റെ മുകളിലേക്ക് പോകുന്ന പ്രൈസസ് എല്ലാം ഔട്ട് ഓഫ് ദ മണിയാണ് അല്ലെ. അത് കൃത്യമായിട്ട് കുറച്ച് അറിഞ്ഞിരിക്കുന്നവർക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഓപ്ഷന്റെ പറ്റിയിട്ടുള്ള ഇൻ ദ മണി എന്താണ്, ഔട്ട് ഓഫ് ദ മണി എന്താണ്, OTM, ATM, ITMനൊക്കെ പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. പഠിക്കാത്തവർ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. പഠിച്ചിട്ട് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോകാൻ പാടുള്ളൂ. ദാറ്റ് ഇസ് 100% നിങ്ങളുടെ എന്താ പറയുക വിജയത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നതൊക്കെ. ബ്ലൈൻഡായിട്ട് ഒന്നും ചെയ്തു കളയരുത്. സോ അപ്പോൾ ATMന്റെ എനിക്ക് ഇത് വേണ്ട, പകരം എന്താണ്, എനിക്ക് ATM സ്ട്രൈക്ക് തന്നെ മതി എന്നുണ്ടെങ്കിൽ ഇത് നോക്കൂ, ഇവിടെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ATM. ഇപ്പം ഞാൻ ATM സെലക്ട് ചെയ്തു. ATM സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി താഴെ നിങ്ങൾ ഇവിടെ നോക്കൂ, നിഫ്റ്റി 25th November 26,000. ഇപ്പൊ ATM നിൽക്കുന്ന എത്ര? 26,000 നിൽക്കുന്നു. ഈ ഒരു കോൾ ഓപ്ഷൻ ഇതൊരു സ്ട്രാറ്റജിയാണ്. സിമ്പിൾ. ഇതിപ്പോ ഇതെന്ത് സ്ട്രാറ്റജിയാണ് സാർ? ഇത് നിങ്ങൾക്ക് എനിക്ക് സിമ്പിളായിട്ട് അതിൽ സെർച്ച് ചെയ്തിട്ട് തന്നെ എടുത്തുകൂടെ? അത് ഓക്കെ. പക്ഷെ ദിസ് ഇസ് ഓൺലി വൺ. നിങ്ങൾക്ക് ഇതിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് ഇപ്പോൾ ഇവിടെ എനിക്ക് വേറൊരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇപ്പോൾ മൂന്ന് സ്ട്രൈക്സ് താനെ ഓപ്പണായി. 3 സ്ട്രൈക്കിൽ എന്താ ചെയ്യുക? ഇവിടെ ഞാനിത് കോളിന് പകരം ഇതിനെ പുട്ടാക്കിയിട്ട് ഇവിടെ +500 എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു? അതും ഞാൻ തിരിച്ച് ATMലേക്ക് കൊണ്ടുവന്നു. ഇനി അടുത്തത് നടുക്കത്തത് ഇനി എന്താണ്? ഇവിടെ ഒരു കോളുണ്ട്, പുട്ട് കിടപ്പുണ്ട്. ഈ പുട്ടിന് ഞാൻ എന്ത് കൊടുത്തു? ഈ ഒരു കോളിന് ഞാൻ സെല്ല് കൊടുത്തു എന്ന് വെച്ചോളൂ. ഇപ്പൊ നമുക്ക് 3 ഡിഫറെന്റ് സ്ട്രാറ്റജി ആയിട്ട് മാറി. എന്താണ്? 25,000ന്റെ ഇവിടെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. കോൾ ഓപ്ഷന്റെ ATMൽ തന്നെ ഞാൻ ഇതിനെ തിരിച്ചിവിടെ ATM ആക്കും. ഇതൊരു ഇങ്ങനൊരു സ്ട്രാറ്റജി ഉണ്ടെന്നോ, ഇങ്ങനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്ന വേണ്ടിയിട്ട് ഞാൻ ചെയ്യുകയല്ല. ഈ മെത്തഡോളജി നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ട്രയൽ ഞാൻ കാണിച്ചു തരുന്നേ ഉള്ളൂ. ദിസ് ഇസ് നോട്ട് എ റെക്കമെൻഡേഷൻ. അപ്പോൾ നോക്കൂ, ഇതിനെയാണ് സ്ട്രാറ്റജി ബിൽഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഞാനിപ്പോൾ ഇതിൽ എന്തൊക്കെ ചെയ്തിരിക്കുന്നു നോക്കൂ. കോൾ ഓപ്ഷന്റെ ഒരു സ്ട്രൈക്ക്, ATM സ്ട്രൈക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു നവംബർ എക്സ്പയറിയുടെ 1 സെല്ല് ചെയ്തു. ഇനി ഒന്ന് നോക്കൂ, അതേ ATMൽ തന്നെ പുട്ട് ഓപ്ഷന്റെ ഒരു സ്ട്രൈക്ക് ഞാൻ ബൈ ചെയ്തു. അതേ ATMൽ തന്നെ കോൾ ഓപ്ഷന്റെ ഇനിയൊരു ഓപ്ഷന് ഞാൻ ബൈയും ചെയ്തു. ഓക്കെ, ഇതിന് എന്തൊക്കെയാണ് അടുത്ത വരുന്നത് സ്ട്രാറ്റജി നോക്കൂ. ഇതിലിപ്പോൾ നോക്കൂ, നവംബർ 25യുടെ കോൾ ഓപ്ഷൻ സെല്ലുണ്ട്, പുട്ട് ഓപ്ഷൻ ബൈ ഉണ്ട്, വീണ്ടും കോൾ ഓപ്ഷന്റെ ഒരു ലെഗ് ബൈയും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ സ്ട്രാറ്റജി. ഇതിന്റെ പേ ഓഫ് ചാർട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പൊ ഇതിന്റെ പേ ഓഫ് ഗ്രാഫും നമുക്ക് അറിയാൻ പറ്റും. പ്രൈസ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ, പ്രൈസ് താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് പ്രോഫിറ്റിലേക്ക് വരാം. ആ റെഡ് കളർ നോക്കിയാൽ അറിയാം, നടുക്ക് നിൽക്കുന്ന ATM ലൈന് ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താണ്? സ്റ്റഡി ലോസിലേക്ക് പോകാനാണ് സാധ്യത എന്ന് കാണിക്കുന്നു. എന്നാൽ ലെഫ്റ്റിലേക്ക്, ഐ മീൻ എൻ്റെ വ്യൂ
താഴ്പോട്ടാണ് മാർക്കറ്റ് താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് കയറി അൺലിമിറ്റഡ് പ്രോഫിറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നു. ഇതാണ് പേ ഓഫ് ചാർട്ട്. ഇനി വീട്ടിൽ ഇവിടെ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ, ഇതെന്താണ് ഈ ചാർട്ട് നമുക്ക് കാണിച്ചു തരുന്നത്? ചാർട്ട് എന്ന് പറയുന്നത് യെല്ലോ കളറിൽ കാണുന്നത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഓക്കെ, നിഫ്റ്റിയുടെ ലൈൻ ഗ്രാഫ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് എന്താണ്? നമ്മൾ ഏതൊക്കെ സ്ട്രൈക്സ്, 3 സ്ട്രൈക്സ് നമ്മൾ എടുത്തിരുന്നു അല്ലേ? ആ 3 സ്ട്രൈക്കിന്റെയും ആ മൂവ്മെന്റ് ഏത് രീതിയിൽ എഗൻസ്റ്റ് നിഫ്റ്റി എങ്ങനെ, ഈ സ്ട്രൈക്സ് എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് നമുക്ക് ക്വിക്കായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ചാർട്ടിലൂടെ മനസ്സിലാക്കാം. സോ അഗെയിൻ നമ്മൾ സ്ട്രാറ്റജി ബിൽഡറിലേക്ക് വന്നു. ഇനി തിരിച്ച് താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ എക്സിക്യൂട്ട് നമുക്ക് കൊടുക്കാം. അത് എപ്പോൾ കൊടുക്കണം? ഫൈനലി നമ്മളെല്ലാം ഇത് ഓക്കെ ആണ്, എനിക്കിത് ഈ ഒരു സ്ട്രാറ്റജി ഓക്കെ ആണെന്ന് അറിയാൻ മാത്രമേ നമ്മൾ സ്വൈപ്പ് ടു എക്സിക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇൻസ്റ്റന്റ്ലി നമുക്ക് ട്രേഡിലേക്ക് പോകാം. അതിന് അടുത്ത് എന്താ വേണ്ടത്? നമുക്ക് പേ ഓഫ് സിമുലേറ്റർ. കണ്ടോ, പേ ഓഫ് സിമുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് എത്രത്തോളം ഈ ഒരു നമ്മളിപ്പോൾ മേളിൽ ക്രിയേറ്റ് ചെയ്ത സ്ട്രാറ്റജി ബേസിസിൽ നമുക്ക് എത്രത്തോളം പ്രോഫിറ്റിന് സാധ്യതയുണ്ട്, ടോട്ടൽ നമ്മുടെ കയ്യിൽ നിന്നും എത്ര ലോസ് വരും, ഓവറോൾ ലോസ്, അതിന് മേളിൽ ഇനി ലോസ് ഇല്ല എന്നുള്ളതാണ് ഓവറോൾ മാക്സിമം ലോസ് എന്ന് കാണിക്കുന്നത്. നോക്കൂ, മാക്സിമം പ്രോഫിറ്റ് ഇവിടെ എന്താ കാണിച്ചിരുന്നത്? അൺലിമിറ്റഡ്. എന്തുകൊണ്ടാണ്? നമ്മൾ കണ്ടു പേ ഓഫ് ഗ്രാഫിൽ എന്തായിരുന്നു? താഴ്പോട്ടേക്ക് പോവുകയാണെങ്കിൽ അൺലിമിറ്റഡ് പ്രോഫിറ്റ്, നമുക്ക് പ്രോഫിറ്റ് കൂടി എത്ര വേണേലും പ്രോഫിറ്റിലേക്ക് പോകാം. അത് എല്ലാ സ്ട്രാറ്റജീസിലും അങ്ങനെയല്ല കേട്ടോ. ഇത് ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇതിന്റെ പ്രോഫിറ്റിന് അൺലിമിറ്റഡ് ആണ്. എന്നാൽ ലോസിലേക്കാണെങ്കിലോ, ലോസ് ഡെഫിനറ്റീവ് ആയിട്ട് എത്ര ലോസ്? 9273 എന്ന് കാണിക്കുന്നു. സോ ഇതാണ് നമ്മുടെ മാക്സിമം ലോസ് എന്ന്. എത്ര പെർസെൻറ്റേജ് ആണ്? 4.2% ഓഫ് അവർ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ. അപ്പൊ ഇനി കുറച്ച് താഴെ മാർജിൻ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ മാർജിൻ നമുക്ക് 9273. അതായത് മാക്സിമം ലോസ് എത്രയാണോ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് മാക്സിമം ലോസ് എത്രയാണോ, അത് എത്രയാണോ ഇൻവെസ്റ്റഡ് എമൗണ്ട് അത്രയും തന്നെയാണ് നമ്മുടെ മാക്സിമം ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ലോസ് ഇവിടെ എത്രയാണ്? ഫൈനൽ മാർജിൻ, നമുക്ക് റിക്വയർഡ് മാർജിൻ എത്രയാണ്? 9273. ഓവറോൾ മാർജിൻ എത്രയാണ്? 2,20,000 നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓവറോൾ മാർജിൻ വേണം. പക്ഷെ നമ്മൾ എന്താ പറയുക, ഒന്നിനെ സെല്ല് ചെയ്തു, ഇനി ഒന്നിനെ നമ്മൾ ബൈയും ചെയ്തപ്പോൾ മാർജിന് ഡിഫറൻസ് കാരണം നമുക്ക് റിക്വയർഡ് മാർജിൻ എത്ര വേണ്ടി വന്നു? നമുക്ക് വെറും 9,000 റുപ്പീസിന് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാം. നമ്മൾ 3 സ്ട്രൈക്സിനെ 2 എണ്ണത്തിന് നമ്മൾ ബൈ ചെയ്തു, ഒരു ലെഗിന് നമ്മൾ സെല്ലും ചെയ്തു. നമുക്ക് ഓവറോൾ നമ്മൾക്ക് മാർജിൻ റിക്വയർമെന്റ് എത്രയാ? 9,000 റുപ്പീസ് മതി ടോട്ടൽ ഈ ഒരു ട്രേഡിലേക്ക് നമുക്ക് എക്സിക്യൂഷന് പോകാൻ. ഹെഡ്ജ് ബെനിഫിറ്റ് നമുക്ക് ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈയും സെല്ലും ചെയ്ത് അതിലൂടെ നമ്മൾ ഹെഡ്ജിങ് ചെയ്തതിൽ നിന്നും നമുക്ക് കിട്ടിയ ബെനിഫിറ്റ് എത്രയാണ്? 2,11,000 രൂപ നമുക്ക് ബെനിഫിറ്റ് ആയി. നമുക്ക് അങ്ങോട്ട് അടയ്ക്കേണ്ടി വന്ന പ്രീമിയം എത്രയാണ്? വെറും 9,000 രൂപയേ ഉള്ളൂ. നോക്കൂ, 3 സ്ട്രൈക്കുകളാണ് നമ്മൾ ഡിഫറെന്റ് രീതിയിൽ നമ്മൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തത്. ഈ 3 എണ്ണത്തിനും കൂടി നമ്മുടെ റിക്വയർമെന്റ് 9,000 റുപ്പീസ് ടോട്ടൽ. ഓവറോൾ ലോസ് നമുക്ക് മാക്സിമം ലോസ് പോയാൽ എത്ര? 9,000 പോകാൻ സാധ്യതയുള്ളൂ. ലാഭം കിട്ടുകയാണെങ്കിലോ അൺലിമിറ്റഡ് പ്രോഫിറ്റ്. സോ അൺലിമിറ്റഡ് പ്രോഫിറ്റിന് നമുക്ക് സാധ്യതയുണ്ട്. നമ്മുടെ ക്യാപിറ്റൽ കുറച്ച് മതി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിലനിർത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ഒരു ട്രേഡ് എക്സിക്യൂഷനിലേക്ക് നമുക്ക് നടത്തണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സിംപ്ലി നിങ്ങൾക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞ് നോക്കൂ, ട്രേഡ് എക്സിക്യൂഷൻ ആയി കഴിഞ്ഞു. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പോൾ ഈ രീതിയിലാണ് ഈ ട്രേഡ് എക്സിക്യൂഷൻ നടക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ട്രേഡ് എക്സിക്യൂഷൻ മെത്തേഡ് കാണിച്ചു തന്നുള്ളൂ. ഓർഡേഴ്സിൽ പോയിട്ട് നമ്മൾ ഈ വക രീതിയിൽ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു ട്രേഡ്സിന് ഈസി ആയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ക്വാണ്ട് മോഡ്. ക്വാണ്ട് മോഡിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ്. ഇനി തിരിച്ച് വീണ്ടും നിങ്ങൾ ഹോമിലേക്ക് വന്ന് സ്ട്രാറ്റജീസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളിപ്പോൾ ഏത് സ്ട്രൈക്കാണോ എടുക്കുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ നിഫ്റ്റി എടുത്തു, നിഫ്റ്റിയിൽ തന്നെ നിങ്ങൾക്ക് പുതുതായിട്ട് ഫ്രഷ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്വാണ്ട് മോഡ് പോവുക. ക്വാണ്ട് മോഡിൽ ATMസിന് മാത്രമല്ല, ATM റിലേറ്റഡ് ആയിട്ട് മാത്രമല്ല, വീണ്ടും നിങ്ങൾക്ക് പരിചയപ്പെടാവുന്നത് പ്രീമിയം ബേസ് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ 100 രൂപയുടെ പ്രീമിയം ബേസിസിൽ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ 200 രൂപ പ്രീമിയം ബേസിസിൽ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നു. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യാം. ഇനി ഡെൽറ്റ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവർക്ക് ഡെൽറ്റ ബേസിസിൽ നിങ്ങൾക്ക് സ്ട്രൈക്സ് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയിക്കോളും. നിങ്ങൾ പ്രീമിയം മാത്രം കൊടുത്താൽ മതി, അതനുസരിച്ച് സ്ട്രൈക്സ് ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്തോളും.
നമ്മുടെ ക്വാണ്ട് മോഡ് ആപ്ലിക്കേഷൻ ദന്നിൻ്റെ OT ഓപ്ഷൻ ട്രേഡർ ആപ്ലിക്കേഷൻ തന്നെ ക്വാണ്ട് മോഡ് ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് വേണ്ടിയിട്ട് ഏത് സ്ട്രൈക്കാണോ ചൂസ് ചെയ്ത് റെഡിയാക്കി തരും. നമ്മളത് ഇൻസ്റ്റൻ്റ്ലി നമ്മൾ എക്സിക്യൂഷനിലേക്ക് പോയാൽ മാത്രം മതി. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഓക്കെ, സോ അതേമാതിരി പല തരത്തിലുള്ള ഇനി OA ബേസിസിൽ ഹയസ്റ്റ് OAയിൽ വേണം, അല്ലെങ്കിൽ മോസ്റ്റ് ട്രേഡഡ് OA സ്ട്രൈക്ക് ഏതാണോ ആ സ്ട്രൈക്കിൽ എനിക്ക് എൻ്റർ ആകണം. ഇങ്ങനെ നമ്മൾ ഡിഫറെൻ്റ് നമ്മുടെ ചോയ്സ് എന്താണോ, നമ്മൾ ഏത് വ്യൂവിലാണോ നിൽക്കുന്നത് ആ വ്യൂവിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു ട്രേഡിലെ എക്സിക്യൂഷൻ നടക്കുന്നതിന് മുന്നേ, ട്രേഡ് എക്സിക്യൂഷൻ പോകുന്നതിന് മുന്നേ അതിനെ പറ്റിയിട്ടുള്ള എന്താ പറയുക, നമുക്ക് പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് എത്രമാത്രമാണ്, എത്രയാണ് നമുക്ക് ലോസ് ഉണ്ടാവാൻ സാധ്യത, എത്രയാണ് നമുക്ക് കിട്ടാനുള്ള ലാഭം എത്രയാണ്, എൻ്റെ അപ്രോക്സിമേറ്റ് ഐഡിയ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു പേപ്പർ ട്രേഡ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് ക്വിക്കായിട്ട് നമുക്കൊരു സ്ട്രാറ്റജി നമുക്ക് തന്നെ ബിൽഡ് ചെയ്ത്, അല്ലെങ്കിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഇതിൽ ഉപയോഗിച്ച് നമുക്കൊരു ട്രേഡ് ഡിസിഷൻ മേക്കിംഗ് വളരെ ഹെൽപ്ഫുള്ളായിട്ട് ആക്കി നമുക്ക് കയ്യിൽ തരും. ഓക്കെ, സോ ഈ രീതിയിലാണ് നിങ്ങൾ ക്വാണ്ട് മോഡൻ OT ആപ്പ് പ്ലാറ്റ്ഫോം ദന്നിൻ്റെ ആപ്പ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒന്നും ഒരു പ്രാവശ്യം കണ്ടതുകൊണ്ടോ ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് കയറി നോക്കിയത് കൊണ്ടോ നിങ്ങൾക്ക് ഒരിക്കലും അത് നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾ മാസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾ 100% എന്തായിരിക്കണം, നിങ്ങൾ എന്താ പറയുക, റിപ്പീറ്റഡ്ലി നിങ്ങൾ അതിൽ എന്തിലേക്ക് പോകണം, നിങ്ങളുടെ മാക്സിമം എഫേർട്ട് കൊടുത്ത് നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ ഇതിലേക്ക് നിങ്ങൾ എന്തിലേക്ക് പോകണം, നിങ്ങൾ പ്രാക്ടീസിലേക്ക് പോകണം. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെ ക്വാണ്ട് മോഡ് 100% ഒരു സക്സസ്ഫുൾ സ്ട്രാറ്റജി ബിൽഡറായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങളും ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.